നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ 59-ാം ഭാഗമായ 14-ാമത്തെ പ്രതിമയായ സുഹാസിനി പറഞ്ഞ കഥയായിരുന്നു. അത് എൻ്റെ കഥാപ്രേമികൾക്ക് വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് 15-ാമത്തെ പ്രതിമയായ അനൂപവതി പറഞ്ഞ കഥ എന്താണെന്ന് നോക്കാം. വിക്രമാദിത്യ ചക്രവർത്തിയുടെ 60-ാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ്. അങ്ങനെ 15-ാം ദിവസവും തലേ ദിവസത്തെ നാടകം ആവർത്തിക്കപ്പെട്ടു. 14 പടികളും കയറി മുകളിലെത്തിയ ഭോജരാജാവിനെ അടുത്ത പടിയിൽ നിന്ന അനൂപവതി എന്ന സാലഭഞ്ജിക തടഞ്ഞു. വിക്രമാദിത്യ ചക്രവർത്തിയുടെ അനന്തമഹത്വത്തെക്കുറിച്ച് ഇത്രയേറെ അറിഞ്ഞിട്ടും സിംഹാസന മോഹം ഇനിയും ഉപേക്ഷിക്കാറായില്ലേ മഹാരാജാവേ? അങ്ങയുടെ അറിവിലേക്കായി ഞാൻ ഒരു കഥ കൂടി പറയാം. വിജയാനന്ദൻ, വിമലാനന്ദൻ, ശൂരാനന്ദൻ എന്നിങ്ങനെ 3 സഹോദരന്മാർ പുഷ്പകലം എന്ന രാജ്യത്ത് ജീവിച്ചിരുന്നു. അവരുടെ ഇളയ സഹോദരിയായിരുന്നു കലാപൂർണിമ. പ്രായപൂർത്തിയായതിനു ശേഷം 3 പേരും കലാപൂർണിമയോട് യാത്ര പറഞ്ഞ് ഒരു ദേശാടനത്തിന് പുറപ്പെട്ടു. കുതിരപ്പുറത്തായിരുന്നു യാത്ര. പുതിയ കാഴ്ചകൾ പലതും കണ്ട് അവർ ഒരു വിജന പ്രദേശത്തെത്തി. അവിടെ ഒരു പുഴയും അതിൻ്റെ തീരത്തായി തകർന്ന ഒരു കൽമണ്ഡപവും അവർ കണ്ടു. കുതിരകളെ സമീപത്ത് ബന്ധിച്ച് പുഴയിലിറങ്ങി കുളിച്ച് കായ്കനികൾ ഭക്ഷിച്ച് അവർ കൽമണ്ഡപത്തിൽ കിടന്ന് ഉറക്കമായി. ആ സമയം 3 ദേവസ്ത്രീകൾ ഭൂമിയിലെത്തി. ആ നദിയിൽ കുളിക്കാനിറങ്ങി. ഏറെ നേരം നീന്തിത്തുടിച്ച് കുളിച്ച് കയറിയ അവർ മടങ്ങിപ്പോകാൻ ഒരുങ്ങിയപ്പോൾ അംഗസൗഷ്ടമുള്ള 3 യുവാക്കൾ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടു. ആ യുവാക്കളെ കണ്ട ദേവസ്ത്രീകൾ ആകൃഷ്ടരായി. അവരെ വിവാഹം കഴിക്കണമെന്ന് ദേവസ്ത്രീകൾക്ക് തോന്നി. പക്ഷേ ആ മോഹം സാക്ഷാത്കരിക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്നവർക്കറിയായിരുന്നു. കാരണം മനുഷ്യരെ ദേവലോകത്ത് പ്രവേശിപ്പിക്കില്ല. മാത്രമല്ല, ഏതെങ്കിലും മനുഷ്യൻ ദേവസ്ത്രീയെ കാക്ഷിക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്താൽ അശങ്കു എന്ന അതിഭയങ്കരമായ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കും. അതിൻ്റെ ലാവ ലോകങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിക്കും. അങ്ങനെ ആ യുവാക്കൾ തങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് അകന്ന് മാറിപ്പോകരുത് എന്നും രാത്രി ഭൂമി സന്ദർശിക്കുന്ന വേളയിൽ അവരെ കാണണമെന്നും എന്നാൽ അതിനുള്ള വഴി എന്താണെന്നും അവർ തന്നെ കണ്ടെത്തി. ആ 3 യുവാക്കളെയും ദേവസ്ത്രീകൾ പ്രതിമകളാക്കി മാറ്റി. അവർ രാത്രിയിലെ കണ്ണു തുറക്കൂ. പകലെല്ലാം വെറും കാഴ്ച വസ്തുവായി രാത്രി മാത്രം ജീവിക്കുന്ന ശിലാപ്രതിഭകളാക്കി മാറ്റി. ദേശസഞ്ചാരത്തിന് പുറപ്പെട്ട കല്ലുകളായി മാറിയ വിജയാനന്ദനും വിമലാനന്ദനും ശൂരാനന്ദനും നിസ്സഹായരായി ആ വിജന പ്രദേശത്ത് നിന്ന് രക്ഷ കാണാതെ അങ്ങനെ നിലകൊണ്ടു. രാത്രികളിൽ ദേവസ്ത്രീകളുടെ സാന്നിധ്യത്തിൽ മാത്രം അവർ മനുഷ്യരൂപികളായി. അങ്ങനെ ഒരു നാൾ പുലരിയിൽ മടങ്ങിയ സമയം ശൂരാനന്ദൻ എന്ന ഇളയവനെ പഴയപടി ശിലയാക്കി മാറ്റാൻ ഒരു ദേവസ്ത്രീ മറന്നുപോയി. അവർ മടങ്ങിപ്പോയതോടെ ശൂരാനന്ദൻ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിച്ചു. തൻ്റെ 2 സഹോദരന്മാർ ശിലകളായി തുടരുകയാണ്, അവരെ കൂടി രക്ഷപ്പെടുത്തണം. അതിനെന്താണ് വഴി? ആകെ കിട്ടിയിരിക്കുന്നത് ഒരു പകൽ മാത്രമാണ്. സന്ധ്യ മയങ്ങുമ്പോഴേക്കും ദേവസ്ത്രീകൾ മടങ്ങിയെത്തും. അതിനു മുൻപ് മറ്റു 2 പേരെയും രക്ഷപ്പെടുത്തണം. ഒപ്പം തനിക്കും ഭോജനം വേണം. ആ കല്ലുകളെ അവിടെ നിന്ന് ഇളക്കാൻ ശൂരാനന്ദൻ ശ്രമിച്ചു നോക്കി. പക്ഷേ കല്ലുകൾക്ക് അനക്കമില്ല. ഭഗ്നാശനായി ശൂരാനന്ദൻ ആ വിജനദേശത്ത് അലഞ്ഞു. മറ്റൊരു മനുഷ്യജീവിയെ കാണാനില്ല. ആരോട് സഹായം ചോദിക്കും? ശൂരാനന്ദനാകെ വിഷമത്തിലായി. നെഞ്ചുരുകി അയാൾ ഈശ്വരനെ വിളിച്ച് കരഞ്ഞു. ആ സമയം ദിവ്യ തേജസ്സുള്ള ഒരു മഹർഷി അതുവഴി നടന്നു വന്നു. ശൂരാനന്ദൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ അങ്ങോട്ട് വീണു. തൻ്റെ സങ്കടസ്ഥിതി ആ മഹാത്മാവിന്റെ മുന്നിൽ അങ്ങോട്ട് അവതരിപ്പിച്ചു. സന്യാസി കുറേ നേരം കണ്ണടച്ച് നിന്നിട്ട് സ്ഥലത്തു നിന്ന് 7 കല്ലുകൾ പെറുക്കിയെടുത്തു. എന്നിട്ട് ആ കല്ലുകൾ കയ്യിൽ മുറുകെ പിടിച്ച് കുറേ നേരം എന്തോ മന്ത്രം ചൊല്ലി. അതിനുശേഷം ശൂരാനന്ദനോടായി ഇങ്ങനെ പറഞ്ഞു: കുഞ്ഞേ, നീ വിഷമിക്കണ്ട. ഇതാ 7 കല്ലുകൾ. ഇത് കയ്യിൽ ഉള്ളിടത്തോളം കാലം നിനക്ക് ഭയപ്പെടാനൊന്നുമില്ല. ഇന്ന് വൈകുന്നേരം ദേവസ്ത്രീകൾ വന്ന് നിങ്ങളുടെ സഹോദരന്മാരെ മനുഷ്യരാക്കി മാറ്റി എന്ന് കണ്ടാൽ ആ ക്ഷണം അവരെ കൂട്ടി കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെടണം.
ദേവസ്ത്രീകൾ നിങ്ങളുടെ പിന്നാലെ വരും, ഭയപ്പെടരുത്. അവർ അടുത്തെത്തുമ്പോൾ ഒരു കല്ല് എടുത്തെറിയ. അവർ വീണ്ടും വളരെ അകലെയാകും. പുലർന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. മഹർഷിയോട് നന്ദി പറഞ്ഞ് ആ അത്ഭുത കല്ലുകളും സ്വീകരിച്ച് ശൂരാനന്ദൻ സന്ധ്യയാവുന്നതും കാത്ത് ആ കൽമണ്ഡപത്തിൽ കഴിഞ്ഞു. സന്ധ്യയായി. ദേവസ്ത്രീകൾ എത്തി. ശിലാപ്രതിമകളെ മനുഷ്യരാക്കി. ശൂരാനന്ദനെ കണ്ട മാത്രയിൽ അക്കൂട്ടത്തിൽ ഇളയവളായ മധുകരിക പറഞ്ഞു, ഇന്നലെ നിങ്ങളെ പഴയ പോലെ ശിലയാക്കി മാറ്റാൻ ഞാൻ മറന്നുപോയിരുന്നു. നിങ്ങൾ ഓടി രക്ഷപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞു. നിന്നെ കൂടാതെ എങ്ങും പോകാൻ എനിക്ക് തോന്നിയില്ല. മാത്രല്ല, എന്റെ സഹോദരന്മാർ പ്രതിമകളായി നിൽക്കെ ഞാൻ മാത്രം എങ്ങനെയാണ് രക്ഷപ്പെടുക? ശൂരാനന്ദന്റെ ആ വാക്കുകൾ മധുകരികയിൽ അനൽപമായ ആനന്ദമുളവാക്കി. ദേവസ്ത്രീകൾ മൂവരും അങ്ങനെ കുളിക്കാൻ പോയ തക്കത്തിന് ശൂരാനന്ദൻ സഹോദരന്മാരെയും കൂട്ടി കുതിരപ്പുറത്ത് കയറി അതിവേഗം അങ്ങോട്ട് പാഞ്ഞു. അതാ അവർ രക്ഷപ്പെടുന്നു, ദേവസ്ത്രീകളിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. അവർ മൂവരും അതിവേഗം ആ കുതിരകൾക്ക് പിന്നാലെ പാഞ്ഞു. അവർ തൊട്ടടുത്തെത്തി എന്നായപ്പോൾ ശൂരാനന്ദൻ തൻ്റെ മടിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് അവരുടെ നേരെ അങ്ങോട്ട് എറിഞ്ഞു. അതോടെ അവർ 2 നാഴിക പിന്നിലായി. ഇങ്ങനെ 7 കല്ലുകളും പല ഘട്ടത്തിലായി ശൂരാനന്ദൻ പിന്നിലേക്ക് എറിഞ്ഞ് ദേവസ്ത്രീകളെ പിന്തള്ളി മുന്നോട്ട് പാഞ്ഞു. ദേവസ്ത്രീകൾ നിരാശരായി. തങ്ങൾക്ക് ഈ ഗതി വരുത്തിയത് ഇളയവളായ മധുകരികയുടെ അശ്രദ്ധ മൂലമാണെന്ന് പറഞ്ഞ് അവർ മധുകരികയെ വധിച്ചു കളഞ്ഞു. മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്ന നേരം ശൂരാനന്ദൻ മധുകരികയുടെ നിലവിളി കേട്ടു. അയാൾക്ക് വിഷമം തോന്നി. സത്യത്തിൽ അവൾ കാരണമാണ് താൻ രക്ഷപ്പെട്ടത്. അവൾ തന്നെ അന്ന് കൽപ്രതിമയാക്കി മാറ്റാതെ പോയത് മനഃപൂർവമായിരുന്നില്ലേ? തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ലേ അവൾ അങ്ങനെ ചെയ്തത്? അയാൾക്ക് അവളെ ഒരു നോക്കുകൂടി കാണണമെന്ന് തോന്നി. കുതിരയെ നിർത്തി അയാൾ പിന്തിരിഞ്ഞു. നീ എന്ത് ചെയ്യാനുള്ള പുറപ്പാടാണ് എന്ന് സഹോദരന്മാർ ചോദിച്ചു. മധുകരികയുടെ ശബ്ദം കേട്ടതുപോലെ എനിക്ക് തോന്നി. അവൾക്ക് എന്തോ ആപത്ത് പിണഞ്ഞിരിക്കുന്നു. ശൂരാനന്ദൻ അകലേക്ക് നോക്കി മെല്ലെ പറഞ്ഞു, അവൾക്ക് എന്തു പറ്റി എന്ന് നോക്കാൻ പോയാൽ നിന്നെ അവർ വീണ്ടും കൽപ്രതിമയാക്കും. അതിനാൽ സൂക്ഷിക്കുക. ഇങ്ങനെ മുന്നറിയിപ്പ് നൽകി സഹോദരന്മാർ മുന്നോട്ട് നീങ്ങി. അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. ഇനി ആ ദേവസ്ത്രീകൾ അവിടെ നിൽക്കില്ല എന്ന് ശൂരാനന്ദൻ ഉറപ്പിച്ചു. അതുകൊണ്ട് അയാൾ വേഗത്തിൽ കുതിരയെ ഓടിച്ച് ആ നിലവിളി കേട്ട സ്ഥലത്തെത്തി. അവിടെ മരണാസന്നയായി കിടക്കുകയായിരുന്നു മധുകരിക. അവൻ അവളെ ചേർത്തു പിടിച്ച് തേങ്ങിക്കരഞ്ഞു. താൻ മൂലം വധിക്കപ്പെട്ട ദേവകന്യകയ്ക്കു വേണ്ടി അവന്റെ ഹൃദയം തേങ്ങി. അവൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. സമീപത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും മണിനാദമുയർന്നു. ശൂരാനന്ദന്റെയും മധുകരികയുടെയും പരസ്പര സ്നേഹത്തിൽ സന്തുഷ്ടനായ ശ്രീ മഹാദേവൻ അവരെ അനുഗ്രഹിച്ചു. മധുകരിക മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ മധുകരികയ്ക്ക് ദേവലോകത്തേക്ക് മടങ്ങിയേ പറ്റൂ. അവൾ ദേവകന്യകയാണ്. മനുഷ്യരുടെ കൂടെ ജീവിക്കാനാവില്ല. ശൂരാനന്ദന് അവളെ വേർപിരിയാൻ വിഷമം തോന്നി. നോക്കൂ, നീ മടങ്ങിയെത്തിയാൽ നിന്റെ കൂട്ടാളികളായ ആ 2 സ്ത്രീകൾ നിന്നെ വീണ്ടും വധിക്കാൻ ഒരുങ്ങില്ലേ? ശൂരാനന്ദൻ ചോദിച്ചു. ഇല്ല, ദേവലോകത്ത് അങ്ങനെ സംഭവിക്കില്ല. മാത്രല്ല, എന്നെ വധിച്ചതിൽ അവരിപ്പോൾ ദുഃഖിക്കുന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദേവേന്ദ്രനോട് എന്ത് സമാധാനം ബോധിപ്പിക്കുമെന്നോർത്ത് അവരാകെ വേവലാതി പൂണ്ടിരിക്കുകയായിരിക്കും അവിടെ. ഞാൻ വേഗം ചെന്ന് അവർക്ക് സമാധാനം നൽകട്ടെ എന്ന് പറഞ്ഞ് മധുരിക പോയി. അവൾ ഒരു വീണ ശൂരാനന്ദന് സമ്മാനിച്ചു. എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഈ വീണ ഒന്ന് വായിച്ചാൽ മതി. ആ ക്ഷണം ഞാൻ മുന്നിലെത്താം. ഇത്രയും പറഞ്ഞ് മധുകരിക ദേവലോകത്തേക്ക് ഗമിച്ചു. വീണയുമായി ശൂരാനന്ദൻ പുഷ്പകല ദേശത്തേക്ക് തിരിച്ചു. 7 ദിവസത്തെ യാത്രയുണ്ടായിരുന്നു ആ സ്ഥലത്തേക്ക്. യാത്രക്കിടയിൽ ഒരു സന്ധ്യ മയങ്ങിയ നേരം ശൂരാനന്ദന് മധുരികയെ ഓർമ്മ വരികയും വേഗം വീണയെടുത്ത് വായിക്കുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം മധുകരിക പ്രത്യക്ഷപ്പെട്ടു. കുറെ നേരം ഒരുമിച്ചിരുന്ന് സംസാരിച്ചതിന് ശേഷം അവൾ മടങ്ങുകയും ചെയ്തു. അവർ ഇരുന്നിരുന്ന വള്ളിക്കുടിലിന് സമീപത്തായി ഒരു മാന്ത്രികൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ സാന്നിധ്യം ഇരുവരും അറിഞ്ഞതേയില്ല.
മധുകരിക അപ്രത്യക്ഷയായതിനു ശേഷം ആ മാന്ത്രികൻ ശൂരാനന്ദന്റെ മുന്നിലെത്തി. ഏയ്, നിങ്ങളുടെ കയ്യിലുള്ള ആ വീണ ഇങ്ങ് തരൂ, അതെനിക്ക് വേണം. ഇല്ല, അത് സാധ്യമല്ല. നീ എൻ്റെ നാട്ടിലാണ് ഇരിക്കുന്നതെന്ന് ഓർമ്മിക്കണം. എനിക്ക് പലതരത്തിലുള്ള മാന്ത്രിക വിദ്യകളും അറിയാം. നിന്റെ വീണ ഞാൻ കവർന്നെടുക്കണോ അതോ മര്യാദയ്ക്ക് തരണോ? കവർന്നെടുക്കാൻ നിനക്ക് കഴിയില്ല. കാരണം എനിക്ക് ആയുധാഭ്യാസം അറിയാം. അത്ര എളുപ്പം എന്നെ കീഴ്പ്പെടുത്താൻ നിനക്ക് കഴിയില്ല. ശൂരാനന്ദൻ ഭയലേശമിന്നി അങ്ങോട്ട് പറഞ്ഞു. നിനക്ക് ആയുധാഭ്യാസം അറിയാമെന്നല്ലേ പറഞ്ഞത്? ശരി, എങ്കിൽ ഞാനൊരു മാന്ത്രിക വാള് തരാം. ആയുധവിദ്യ അഭ്യസിച്ചവന് ആ വാൾ 100 ഇരട്ടി കരുത്ത് നൽകും. മാന്ത്രികൻ അനുനയ സ്വരത്തിൽ പറഞ്ഞു. മാന്ത്രികൻ സമാധാനമായി പോകാൻ തന്നെ അനുവദിക്കില്ലെന്ന് ശൂരാനന്ദന് തോന്നി. ഇനി അവന്റെ വഴിക്ക് തന്നെ പോവാം. ആ ശരി, മാന്ത്രിക വാൾ എനിക്ക് തരൂ, എന്നാൽ വീണ അങ്ങോട്ട് തരാം. മാന്ത്രികൻ ഉടനെ തന്റെ ഗുഹയിൽ സൂക്ഷിച്ചിരുന്ന അത്ഭുത സിദ്ധിയുള്ള വാൾ അവന് സമ്മാനിച്ചു. ആ വാൾ കയ്യിൽ കിട്ടിയ ഉടനെ ശൂരാനന്ദൻ മൂർച്ച നോക്കിയത് ആ മാന്ത്രികന്റെ കഴുത്തിലായിരുന്നു. അതോടെ അവന്റെ ശല്യം തീർന്നു കിട്ടി. വീണയും മാന്ത്രിക വാളുമായി ശൂരാനന്ദൻ യാത്ര തുടർന്നു. അടുത്ത ദിവസം ദേവകന്യകയെ അവൻ വീണ വായിച്ച് വിളിക്കുകയും കുറേ സമയം അവളോടൊത്ത് ചെലവഴിക്കുകയും ചെയ്തു. അങ്ങനെ ആ വനത്തിൽ ഒരു താപസനുണ്ടായിരുന്നു. ആദ്യം വീണാനാദം കേൾക്കുകയും തുടർന്ന് ദേവകന്യകയുടെ വരവ് കാണുകയും ചെയ്തപ്പോൾ താപസന് കൗതുകായി. ആ വീണ തന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ദേവകന്യകയോടൊപ്പം തനിക്കും സ്വർഗത്തിൽ പോകാമായിരുന്നു എന്നയാൾ കനവു കണ്ടു. മധുകരിക അപ്രത്യക്ഷമായ ഉടൻ ആ താപസൻ ശൂരാനന്ദനെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു: ആ വീണ എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ച് ഭസ്മമാക്കും. ശൂരാനന്ദൻ ഒട്ടും കൂസാതെ അതിന് മറുപടി പറഞ്ഞു: വീണ തരാം, പക്ഷേ പകരം എനിക്ക് എന്തു തരും? ധീരനായ ശൂരാനന്ദനോട് എതിരിടുക അത്ര എളുപ്പമല്ലെന്ന് താപസൻ മനസ്സിലാക്കി. അയാൾ അനുനയ സ്വരത്തിൽ പറഞ്ഞു: ഞാനൊരു ചെറു ഭരണി തരാം. ഭരണിയോ? അതെന്തിനാ? മാങ്ങ ഉപ്പിലിടാനോ? പരിഹസിക്കരുത്, അത്ഭുത ഭരണിയാണത്. ലോകത്തിലുള്ള ഏത് വസ്തു വേണമെന്ന് പറഞ്ഞാലും ആ ക്ഷണം അത് നിന്റെ മുന്നിലെത്തും, താപസൻ അറിയിച്ചു. എങ്കിൽ പിന്നെ ഇതുപോലൊരു വീണ വേണമെന്ന് ആ ഭരണിയോട് പറഞ്ഞാൽ പോരെ? ശൂരാനന്ദൻ ഒരു ചോദ്യം അങ്ങോട്ട് ഉന്നയിച്ചു. താപസൻ ഒന്ന് ചിരിച്ചു. ആ വീണ ഈ ലോകത്തിൽ കിട്ടുന്ന ഒന്നല്ല എന്നെനിക്ക് മനസ്സിലായത് കൊണ്ടല്ലേ അത് നിന്നോട് ചോദിച്ചത്. ആ ശരി, സമ്മതം. ഭരണി എവിടെ? വീണ ഞാൻ തരാം. താപസൻ തന്റെ കൈവശമുണ്ടായിരുന്ന ഭരണി ശൂരാനന്ദന് നൽകി. ശൂരാനന്ദൻ തന്റെ മാന്ത്രിക വാൾ അയാൾക്ക് നേരെ അങ്ങോട്ട് പ്രയോഗിച്ചു. വെട്ടേറ്റ താപസൻ ഇഹലോകവാസം വെടിഞ്ഞു. തന്റെ വീണയോടൊപ്പം വാളും ഭരണിയും കുതിരയുടെ മേൽ കെട്ടി വച്ച് ശൂരാനന്ദൻ മുന്നോട്ട് നീങ്ങി. അടുത്ത ദിവസം വീണ്ടും സന്ധ്യ കഴിഞ്ഞ് മധുകരികയെ വിളിച്ചു വരുത്തിയ ശൂരാനന്ദന്റെ പ്രവൃത്തി ഒരു രാക്ഷസൻ കണ്ടു. അയാളും ശൂരാനന്ദനെ സമീപിച്ച് ആ വീണ ആവശ്യപ്പെട്ടു. ലോകത്തിൽ മറ്റെന്താവശ്യപ്പെട്ടാലും താൻ നൽകാമെന്നും വീണ മാത്രം ചോദിക്കരുതെന്നും ശൂരാനന്ദൻ പറഞ്ഞപ്പോൾ രാക്ഷസൻ ക്രുദ്ധനായി. മര്യാദ കൊണ്ട് അവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ശൂരാനന്ദൻ മനസ്സിലാക്കി. അതിനാൽ അടുത്ത അടവ് പ്രയോഗിച്ചു. വീണ തരാൻ എനിക്ക് സമ്മത, പക്ഷേ പകരം എന്താണ് എനിക്ക് സമ്മാനിക്കുക? രാക്ഷസൻ ഒരു നിമിഷം ആലോചിച്ചു. തന്റെ കൈവശം ഒരു മാന്ത്രിക വടിയുണ്ട്. മരിച്ചു കിടക്കുന്ന മനുഷ്യനെ ജീവിപ്പിക്കാൻ ആ ദണ്ട് മതിയാവും. ശരി, ആ ദണ്ട് എനിക്ക് തരണം, പകരം വീണ നിങ്ങൾക്ക് എന്ന് ശൂരാനന്ദൻ പറഞ്ഞു. രാക്ഷസൻ മാന്ത്രിക ദണ്ട് ശൂരാനന്ദന് നൽകി. ശൂരാനന്ദൻ വീണ്ടും തന്റെ മാന്ത്രിക വാളെടുത്ത് രാക്ഷസന്റെ തല മണ്ണിൽ ഉരുളിച്ചു. ശൂരാനന്ദൻ വീണ്ടും മുന്നോട്ട് നീങ്ങി. ഇനി യാത്രക്കിടയിൽ എന്തായാലും മധുകരികയെ വിളിക്കണ്ട എന്നവൻ കരുതി. കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ പുഷ്പകല ദേശത്തെത്തി തന്റെ ശയനമുറിയിൽ വീണയും വാളും ഭരണിയും മാന്ത്രിക ദണ്ടും എല്ലാം ഒളിപ്പിച്ച് അവൻ സാധാരണ ജീവിതം ആരംഭിച്ചു. ചില ദിവസങ്ങളിൽ രാത്രി ആരും അറിയാതെ അവൻ ആ ദേവവീണ വായിക്കുമായിരുന്നു. അപ്പോഴൊക്കെ മധുരിക അവന്റെ സമീപത്തെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ശൂരാനന്ദന്റെ സഹോദരി കലാപൂർണിമ ഒരു നാൾ തന്റെ സഹോദരന്റെ മുറി വൃത്തിയാക്കിയ വേളയിൽ ആ മുറിയിൽ ഉണ്ടായിരുന്ന പല
കൗതുക വസ്തുക്കളും കണ്ടു. അവയിൽ കലാപൂർണിമയ്ക്ക് ഏറ്റവും ഇഷ്ടമായത് ആ വീണയായിരുന്നു. അവൾ ആ വീണ കയ്യിലെടുത്ത് മെല്ലെ ഒരു രാഗം വായിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് അവളുടെ മുന്നിൽ ഒരു ദേവകന്യക പ്രത്യക്ഷപ്പെട്ടു. കലാപൂർണിമ ആകെ അങ്ങോട്ട് പരിഭ്രമിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ആ വീണ അവിടെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. മധുകരിക്ക് അതൊട്ടും അങ്ങോട്ട് പിടിച്ചില്ല. വെറുതെ കളിയായി തന്നെ വിളിച്ചു വരുത്തി ആക്ഷേപിച്ചതിൽ അവൾക്ക് വല്ലാത്ത കോപം തോന്നി. ഇനി താൻ ഈ വീണനാദം കേട്ട് വരുന്നതല്ല എന്ന് നിശ്ചയിച്ച് അവൾ ആ വീണ നിലത്തിട്ട് തകർത്ത് കളഞ്ഞു. അതിനുശേഷം വേദനയോടെ അവൾ മറഞ്ഞു. ശൂരാനന്ദൻ മടങ്ങി വന്ന് നോക്കിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട വീണ തകർന്ന് കിടക്കുന്നതാണ് കണ്ടത്. വിവരമെല്ലാം ചോദിച്ചറിഞ്ഞപ്പോൾ അയാൾ ആ സത്യം മനസ്സിലാക്കി. തൻ്റെ മധുകരിക ഇനി വരില്ല. ശൂരാനന്ദൻ നേരെ ദേവലോകത്തേക്ക് യാത്ര തിരിച്ചു. പക്ഷെ മനുഷ്യരെ അവിടേക്ക് പ്രവേശിപ്പിക്കില്ല. പക്ഷേ തടയാനെത്തിയവർക്ക് നേരെ ശൂരാനന്ദൻ തന്റെ മാന്ത്രിക വാൾ ഉയർത്തി. അതോടെ ദേവന്യം ശിഥിലമായി. ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു. ശൂരാനന്ദൻ ദേവേന്ദ്രന്റെ സന്നിധിയിലെത്തി. ഏറെ വിനയത്തോടെ അയാൾ തന്റെ കഥ ദേവേന്ദ്രനോട് പറഞ്ഞു. തനിക്ക് മധുകരിക ഇല്ലാതെ മടങ്ങാനാവില്ല. അവളെ വിവാഹം കഴിച്ച് ഭൂമിയിൽ സമാധാന ജീവിതം നയിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം. അതിനുള്ള അനുവാദം അങ്ങ് നൽകണം. ഒരു ദേവകന്യകയ്ക്ക് വേണ്ടി നീ എത്ര പേരെയാണ് വധിച്ചത്? ഇതിനെന്ത് ന്യായീകരണം നൽകാനാവും? ദേവേന്ദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു. ശൂരാനന്ദൻ പെട്ടെന്ന് തന്റെ കൈവശമുണ്ടായിരുന്ന ആ മാന്ത്രിക ദണ്ഡ് ഉയർത്തി മരിച്ചു കിടന്ന ദേവസൈനികർക്ക് നേരെ നീട്ടി. അതോടെ സൈനികരെല്ലാം എഴുന്നേറ്റു വന്നു. സന്തുഷ്ടനായ ദേവേന്ദ്രൻ അയാളുടെ ആഗ്രഹം നിറവേറ്റി കൊടുത്തു. മധുകരികയോടൊത്ത് അയാൾ ദേവലോകത്ത് നിന്ന് മടക്കയാത്ര ആരംഭിച്ചു. മടക്കയാത്രയിലായിരുന്നു അതിഭയങ്കരമായ ആ അപകടമുണ്ടായത്. ദേവലോകത്തിനും ഭൂമിക്കുമിടയിൽ അശങ്കു എന്ന അഗ്നിപർവ്വതം പുക തുപ്പാൻ തുടങ്ങി. തുടർന്ന് അത് പൊട്ടിത്തെറിച്ചു. മേഘമാലകളിൽ വളരെ പുകപടലം നിറഞ്ഞു. ചൂടുലാവ പുറത്തേക്ക് ഒഴുകി. അഗ്നിവലയങ്ങൾക്ക് നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ ശൂരാനന്ദനും മധുകരികയും അങ്ങോട്ട് വിഷമിച്ചു. തന്റെ കൈവശമുള്ള ഒരു അത്ഭുത വസ്തുവിനും തന്നെ രക്ഷിക്കാനാവുന്നില്ല എന്ന് ശൂരാനന്ദന് മനസ്സിലായി. അയാൾ ശ്രീപരമേശ്വരനെ ഉള്ളടിഞ്ഞ് അങ്ങോട്ട് വിളിച്ചു. ശൂരാനന്ദനെ കാണാതെ അയാളുടെ സഹോദരന്മാരും അച്ഛന്മാരും അങ്ങോട്ട് വിഷമിച്ചു. ദേവലോകത്തേക്കെന്ന് പറഞ്ഞ യാത്ര തിരിച്ചതാണ് മകൻ. പക്ഷേ പിന്നീട് അവനെ പറ്റി ഒരു വിവരവും കേൾക്കണില്ല. അവൻ ദേവലോകത്തെത്തിയോ എന്ന് തന്നെ അറിയില്ല. തങ്ങളുടെ മകനെ രക്ഷിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നവർക്ക് തോന്നി. ആ സമയത്ത് ഈശ്വരാനുഗ്രഹം എന്നല്ലാതെ എന്ത് പറയേണ്ടു? വിക്രമാദിത്യ ചക്രവർത്തിയെ സമീപിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് അവർക്ക് തോന്നി. 4 മാസക്കാലം ഉജ്ജയിനിയിൽ പ്രജാക്ഷേമ തൽപരനായി വാഴുന്ന വിക്രമാദിത്യന് മുന്നിൽ ശൂരാനന്ദനെ പറ്റിയുള്ള വാർത്ത എത്തി. അയാളുടെ മാതാപിതാക്കൾ വിക്രമാദിത്യനെ നേരിട്ട് കണ്ടു. സങ്കടമുണർത്തിക്കുകയും ചെയ്തു. വിക്രമാദിത്യൻ നേരെ വേതാളത്തിന്റെ പുറത്തു കയറി നേരെ ദേവലോകത്തേക്ക് പുറപ്പെട്ടു. ദേവേന്ദ്രനെ നേരിൽ കണ്ട് അദ്ദേഹം വിവരങ്ങളൊക്കെ പറഞ്ഞു. അശങ്കു പർവ്വതം കോപിച്ചാൽ ശാന്തമാകാൻ പ്രയാസമാണ്. ആ അഗ്നിജ്വാലകളിലേക്ക് എടുത്തു ചാടാൻ കഴിവുള്ള ധീരനു മാത്രമേ അഗ്നിയെ ശാന്തമാക്കാൻ കഴിയൂ. സ്വന്തം ജീവിതം പണയപ്പെടുത്തു വേണം ആ സാഹസത്തിന് മുതിരാൻ. വിക്രമാദിത്യൻ നേരെ ഭൂമിയിലേക്ക് തിരിച്ചു. തീ തുപ്പി നിൽക്കുന്ന അഗ്നിപർവ്വതം ജ്വാലകൾക്ക് നടുവിൽ പരീക്ഷണരായി കഴിയുകയായിരുന്നു ശൂരാനന്ദനും മധുകരികയും. വിക്രമാദിത്യൻ നേരെ ആ അഗ്നിജ്വാലയിലേക്ക് കുതിച്ചു. അദ്ദേഹം ചെന്നിറങ്ങിയത് നാഗലോകത്തിലായിരുന്നു. വിക്രമാദിത്യൻ അവിടെയുള്ള ശിവാലയത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചു. ആ സമയം നാഗരാജാവ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി അവിടെ എത്തി. അഗ്നിപർവ്വതത്തെ അടക്കാനുള്ള വിദ്യ അദ്ദേഹം അങ്ങോട്ട് ഉപദേശിച്ചു. നാഗരാജാവ് നൽകിയ അത്ഭുത രത്നവുമായി വിക്രമാദിത്യൻ മടങ്ങിയെത്തി. ആ രത്നം അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞ ക്ഷണത്തിൽ തീജ്വാലകൾ ഉള്ളിലേക്ക് വലിഞ്ഞു. ചൂടകന്നു. ശൂരാനന്ദനും മധുകരികയും വിക്രമാദിത്യ ചക്രവർത്തിയുടെ പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിച്ചു. കഥ അവിടെ നിർത്തിയിട്ട് സാലഭഞ്ജിക ഭോജരാജാവിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, ഇത്രയേറെ ധീരതയുള്ള സാഹസ ബുദ്ധിയുമുള്ള മറ്റൊരു ഭരണാധികാരി ലോക ചരിത്രത്തിലുണ്ടോ എന്ന് അങ്ങ് ആലോചിച്ചു നോക്കുക. അതിനുശേഷം
ഈ സിംഹാസനമേറാനുള്ള തയ്യാറെടുപ്പ് നിർത്തുന്നതല്ലേ വിവേകം എന്ന് ചിന്തിക്കൂ. ഭോജരാജാവ് ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം പിറ്റേന്ന് കാണാമെന്ന് പറഞ്ഞ് പരിവാരങ്ങളോടൊപ്പം തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. ഇത്രയും പറഞ്ഞുകൊണ്ട് 32 പ്രതിമകളിൽ 15ാമത്തെ പ്രതിമയായ അനൂപവതി പറഞ്ഞ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. വിക്രമാദിത്യ കഥയുടെ 60ാം ഭാഗമായ ഈ കഥാഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.